തെറ്റായ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവത്തിന് സ്വീകാര്യമല്ല. എത്ര വലിയ പ്രവൃത്തിയാണെങ്കിലും, ത്യാഗോജ്വലമായ സൽക്കർമ്മങ്ങൾ ആണെങ്കിലും, ലക്ഷ്യം ശരിയല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. മനുഷ്യോൽപത്തി മുതൽ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി മനുഷ്യൻ പരിശ്രമിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അടുക്കലും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ചിലരെത്തിയത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. കർത്താവ് അവർക്ക് നൽകിയ മറുപടി ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവിടുത്തെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നാകുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ദൈവപ്രസാദം ലഭിക്കുമോ? ലഭിക്കുമെന്നാണ് പൊതുവെ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ സൽക്കർമ്മങ്ങളെക്കാൾ അതിൻ്റെ അന്തരോദ്ദേശമാണ് ദൈവം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്ന് ആദാമിൻ്റെയും ഹവ്വായുടെയും മക്കളായ കായീൻ്റെയും ഹാബേലിൻ്റെയും യാഗങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തിന് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ബഹുഭൂരിപക്ഷത്തിനും ചാരിറ്റി ഇന്ന് വെറും ബിസിനസ് മാത്രമാണ്. സഹതാപ തരംഗം ഉയർത്തി പണം സമാഹരിക്കുവാനും ചാരിറ്റിയുടെ മറവിൽ നികുതി വെട്ടിക്കുവാനും പൊതുജന സേവനം എന്ന് പറഞ്ഞ് പ്രശസ്തി ഉണ്ടാക്കുവാനുമുള്ള പ്രവണത എല്ലാ കാലത്തും പ്രബലമാണ്. തൻ്റെ മിടുക്കുകൊണ്ടുണ്ടാക്കിയത് തൻ്റെ അംഗീകാരത്തിനായി ദൈവസന്നിധിയിൽ യാഗമായി കൊണ്ടുവന്ന കായീൻ്റെ യാഗത്തെ ദൈവം അവഗണിച്ചു. തൻ്റെ സഹോദരനെ ദൈവം അംഗീകരിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം കായീൻ്റെ മനസ്സിലിരിപ്പിനെ വ്യക്തമാക്കുന്നതായിരുന്നു. എങ്ങനെയും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തെന്നാൽ അത് ദൈവികമാകുന്നു എന്ന് ചിന്തിക്കുന്നത് കായീൻ്റെ മനോഭാവമാകുന്നു. എന്ത് വില കൊടുത്തും ദൈവിക പ്രമാണങ്ങൾക്കുള്ളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്കും വരും തലമുറകൾക്കും അനുഗ്രഹമാകും. ഈ വലിയ സത്യം ഹാബേലിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു ഒന്നാന്തരം പാഠമാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തിൻ്റെ വേരും, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തിൻ്റെ ഫലവുമാകുന്നു. പാപം എത്രമാത്രം നികൃഷ്ടമാകുന്നു. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നതിനാൽ മനുഷ്യൻ കഷ്ടപ്പെടുക മാത്രമായിരുന്നില്ല. ഇതത്രേ നാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ എന്തെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചു എന്നാകുന്നു. ഒന്നിനു പുറകെ ഒന്നായി സന്തുലിത നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഈ പരിതാപകരമായ സ്ഥിതി, മനുഷ്യൻ്റെ അവിശ്വാസവും അനുസരണക്കേടും മൂലം അവൻ ദൈവത്തിൽ നിന്നും അകന്നു. തൻ്റെ മേലും തൻ്റെ വർഗത്തിന്മേലും ദൈവത്തിൻ്റെ ന്യായവിധി വരുത്തിവെച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ആ നഷ്ടപ്പെട്ട സ്വഭാവം തന്നെ ലഭിക്കുകയുണ്ടായി. നമ്മുടെ പിതാവിനുണ്ടായിരുന്ന അതേ സ്വഭാവം നമുക്കുമുണ്ടായി. ആദാം നമുക്കെല്ലാവർക്കും വളരെ മോശമായ ഒരു സ്വഭാവം നൽകി എന്നാണത് കാണിക്കുന്നത്. ആദാമിൻ്റെയും ഹവ്വായുടെയും 2 മക്കളുടെ അനുഭവത്തിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവർ 2 പേരുടെ രേഖ മാത്രമേ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളൂ.
4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചാൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചും കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, തങ്ങളുടെ പ്രശ്നങ്ങൾ നീണ്ടുപോകുമെന്ന് ആദാമും ഹവ്വായും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത്രേ. കായീൻ ജനിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു കാണും, ഓഹ്, ഇതാ ദൈവത്തിൽ നിന്നും എനിക്ക് ആ സന്തതിയെ ലഭിച്ചു. ദൈവമല്ലേ അരുളി ചെയ്തത്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കുമെന്ന്. ഇതാ ഇവിടെ അവൻ. എന്നാൽ കായീൻ ആയിരുന്നില്ല വ്യക്തി. അവൻ ഒരിക്കലും ഒരു രക്ഷകനായിരുന്നില്ല. പിന്നെയോ അവൻ ഒരു കൊലപാതകനായിരുന്നു. കുറഞ്ഞത് 6000 വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതലായെന്ന്, സ്ത്രീയുടെ സന്തതിയും പാമ്പിൻ്റെ സന്തതിയും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ തുടരുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. നാം കാണുവാൻ ആഗ്രഹിച്ച 2 പേർ ഇവരത്രേ. 3-ാം വാക്യത്തിൽ, കുറേക്കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. കുറേക്കാലം കഴിഞ്ഞിട്ട് എന്നുള്ള പ്രയോഗം മറ്റ് ഭാഷകളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിവസങ്ങളുടെ അവസാനത്തിൽ എന്ന അർത്ഥമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞത് ശബത്ത് ദിവസം എന്ന അർത്ഥം വരും, ദൈവം നിവർത്തനായ ദിവസം. എന്നിട്ട് പറയുന്നത് കായീൻ കൊണ്ടുവന്നു എന്നതിൻ്റെ ആശയം ഒരു നിയോഗിക്കപ്പെട്ട സ്ഥലം എന്നതത്രേ. അങ്ങനെ ഒരു ധ്വനി ഇവിടെ വരുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി അവർ ഒരു വഴിപാട് കൊണ്ടുവരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ ഇതൊക്കെ ചെയ്തത് ഒരു വെളിപ്പാടിനാലാണ്. അങ്ങനെയായിരുന്നു എന്നെനിക്കറിയാം. കാരണം എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ. എങ്ങനെയാണ് ഹാബേലിന് അത് വിശ്വാസത്താൽ അർപ്പിക്കാൻ കഴിഞ്ഞത്? റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന്. ഇതേക്കുറിച്ച്, അതായത് യാഗം അർപ്പിക്കേണ്ടതിനെക്കുറിച്ച്, ആരാധന കഴിക്കേണ്ടതിനെക്കുറിച്ച് ദൈവം തൻ്റെ വചനം അഥവാ ദൈവം സംസാരിച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഹാബേലിന് ഒരിക്കലും വിശ്വാസത്താൽ കടന്നു വരുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വിശ്വാസത്താലാണല്ലോ അവൻ വന്നത്. അവൻ്റെ സഹോദരൻ ആ മാർഗത്തിലല്ല വന്നത്. കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു. നിലത്തെ അനുഭവത്തിന് അല്ലെങ്കിൽ ഫലങ്ങൾക്ക് ഒരു തെറ്റുമില്ല. അവൻ ഉപയോഗശൂന്യമായി കളഞ്ഞതെല്ലാം വാരിക്കൊണ്ട് വന്നു എന്ന് കരുതരുത്. ചിലർ ചിന്തിക്കുന്നത് പോലെ എലി കടിച്ചതും വേണ്ടാത്തതും എല്ലാം കായീൻ കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നത് അവൻ കൊണ്ടുവന്നതിന് എവിടെയും 1-ാം സമ്മാനം ലഭിക്കുവാൻ കഴിയുന്നതായിരുന്നു. തൻ്റെ കൃഷിവകയിൽ നിന്നും ഏറ്റവും മനോഹരവും രുചികരവുമായതെല്ലാം ആണ് കായീൻ കൊണ്ടുവന്നത്. അവയെല്ലാം ദൈവത്തിന് വഴിപാടായിട്ടാണ് കായീൻ കൊണ്ടുവന്നത്. പ്രശ്നത്തിൻ്റെ കാതലായ വശമാണ് നാം മനസ്സിലാക്കേണ്ടത്. 4-ഉം 5-ഉം വാക്യങ്ങൾ, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീൻ ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. ചിലർ പറഞ്ഞെന്നിരിക്കും, കായീൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? ഞാനൊരു തെറ്റും കാണുന്നില്ലല്ലോ എന്ന്. ആ പറഞ്ഞത് സത്യമാണെന്നിരിക്കട്ടെ. എങ്കിൽ യൂദായുടെ ലേഖനം നാം നോക്കുമ്പോൾ, അതായത് വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുൻപ് വരുന്ന ആ പുസ്തകം, അത് നാം നോക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ യൂദാ പറഞ്ഞിരിക്കുന്നത് അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും എന്നാണ്. എന്താകുന്നു ഈ കായീൻ്റെ വഴി? കായീൻ ഒരു വഴിപാട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ വിശ്വാസത്താൽ അല്ല അത് കൊണ്ടുവന്നത്.
മനുഷ്യ സ്വഭാവം ദുഷ്ടതയാണ് എന്നതിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു വഴിപാടാണ് കായീൻ അർപ്പിച്ചത്. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും, എനിക്കും പുണ്യപ്രവർത്തികൾ, നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിങ്കിലേക്ക് വരുവാൻ സാധിക്കും എന്ന ആ ചിന്ത. ദൈവം പറഞ്ഞു, ലോകത്തിലേക്ക് വരുന്നതായ ആ വീണ്ടെടുപ്പുകാരനെ ചൂണ്ടിക്കാണിക്കുന്ന ആ രക്തത്താലുള്ള യാഗം കൊണ്ടുവരൂ, ആ അടിസ്ഥാനത്തിൽ കടന്നു വരൂ, അല്ലാതെ നിൻ്റെ സ്വന്തം പരിശ്രമങ്ങളും കൊണ്ട് വരരുത്. ഇന്ന് അനേകരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വരുന്നത് സ്വന്തം കഴിവുകൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടുമാണ്. തങ്ങൾക്കുള്ള കഴിവുകൾ അത് നോക്കി ദൈവം എത്ര വലിയ ഒരാളെയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് അംഗീകരിക്കുമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന തെറ്റായ അചിന്ത. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു എന്ന കാര്യവും കായീൻ്റെ യാഗം അംഗീകരിച്ചിട്ടില്ല. എല്ലാം നല്ലതായിരിക്കുന്നു എന്ന വിധത്തിലാണ് അവൻ പ്രവർത്തിച്ചത്. ഇന്നും ഇങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിലും പള്ളികളിലുമൊക്കെ കാണാവുന്നതാണ്. അവർ ദൈവത്തിൻ്റെ സാർവലൗകിക പിതൃത്വവും മനുഷ്യൻ്റെ സാർവലൗകിക സാഹോദര്യത്വവുമാണ് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് കേൾക്കാൻ രസകരമായ വിഷയമാണ്. ദൈവം സകല മനുഷ്യരുടെയും സ്നേഹവാനായ പിതാവാണെന്നും നാമെല്ലാം ഒരുപോലെ സഹോദരങ്ങളാകുന്നു എന്നും അറിയുന്നത് നല്ലതല്ലേ? എന്നാൽ യാഥാർത്ഥ്യം അതാണോ? ഇന്ന് കാര്യങ്ങളെല്ലാം ശരിയായിട്ടല്ല പോകുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണോ? നാം ആരും തന്നെ ദൈവമക്കളായി ജനിച്ചവരല്ല. ദൈവമക്കളാകുവാൻ നാം വീണ്ടും ജനനം പ്രാപിക്കണം, വീണ്ടും ജനിക്കണം. നാം സ്വാഭാവിക ജനനം ജനിച്ചാൽ മാത്രം പോരാ, വീണ്ടും ജനനമാണ് ആവശ്യം. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നവനാണ്. അത് അംഗീകരിക്കുവാൻ കായീൻ വിസമ്മതിച്ചു. ഇന്നും അനേകർ ആ യാഥാർത്ഥ്യത്തെ, അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നു. മൂന്നാമതായി കായീൻ്റെ വഴിപാട് ദൈവം തള്ളിക്കളഞ്ഞത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് അർപ്പിച്ച് ദൈവപ്രസാദം നേടുവാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാര്യം കാണാം എന്നത്രേ കായീൻ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണത്. കായീനും ഹാബേലും തമ്മിലുള്ള വ്യത്യാസം സ്വഭാവത്തിലുള്ളതല്ലായിരുന്നു, പിന്നെയോ അവർ കൊണ്ടുവന്ന വഴിപാടിലായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഒരേ പശ്ചാത്തലമായിരുന്നു, പാരമ്പര്യം ഒന്നു തന്നെയായിരുന്നു, അവരുടെ ചുറ്റുപാടും ഒന്നു തന്നെയായിരുന്നു. അവർ തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. മദ്യപാനിയായ ഒരു അപ്പൂപ്പനിൽ നിന്നും കായീനി മോശമായ സ്വഭാവം ലഭിച്ചെന്ന് എന്നോട് പറയരുത്. അവനൊരു വല്യപ്പൂപ്പൻ ഇല്ലായിരുന്നല്ലോ. അതുപോലെ ഹാബേലിന് തൻ്റെ നല്ല സ്വഭാവങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വല്യമ്മച്ചിയിൽ നിന്നും ലഭിച്ചു എന്ന് പറയേണ്ടതില്ല. അങ്ങനെയൊന്നില്ലായിരുന്നല്ലോ. അവർക്കൊരേ പാരമ്പര്യവും ഒരേ ചുറ്റുപാടുമായിരുന്നു. വ്യത്യാസം അവർ കൊണ്ടുവന്ന വഴിപാടിൽ മാത്രമായിരുന്നു. ആ വഴിപാട് ഇന്നും മനുഷ്യരിൽ ഒരു വ്യത്യാസമുണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ ഞാൻ നല്ലവനായതിനാലാണ് ദൈവപൈതലായിരിക്കുന്നതെന്ന ചിന്ത ആർക്കും ഉണ്ടാകുവാൻ പാടില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും മറ്റാരെയും പോലെ താനൊരു പാപിയാണെന്നും തനിക്കും ഒരു വഴിപാട് ആവശ്യമാണെന്നും തനിക്കും ഒരു യാഗം അത്യന്താപേക്ഷിതമാണെന്നും തൻ്റെ സ്ഥാനം വഹിച്ച് തനിക്ക് വേണ്ടി മറ്റാരെങ്കിലും മരിക്കണമെന്നും അംഗീകരിക്കുന്നതാണ് ഒരു ദൈവപൈതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടി പറയാം. മറ്റാരെയും പോലെ താനൊരു പാപിയാണെന്നും തനിക്കും ഒരു വഴിപാട്, ഒരു യാഗം ആവശ്യമാണെന്നും തനിക്കും തൻ്റെ സ്ഥാനം വഹിച്ച് തനിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ഒരവസ്ഥ ആവശ്യമാണെന്നും അംഗീകരിക്കുന്നതാണ് ഒരു ദൈവപൈതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞു, റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസിന് പിന്നെയും എഴുതുവാൻ സാധിച്ചു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല എന്ന്.
റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ. ഇന്നും ഒരു വലിയ പങ്ക് ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. തങ്ങളെ തന്നെ എങ്ങനെയെങ്കിലും ദൈവത്തിന് അംഗീകാരയോഗ്യരാക്കുവാൻ അവർ മതത്തിലൂടെ ശ്രമിച്ചു നോക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിൽ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിലൂടെ ചെയ്യുന്നു. അനേകർക്കും ഇന്ന് സഭ ഒരു മതമാണ്. ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്നതിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് ലഭിക്കൂ സുഹൃത്തെ. കാരണം അതൊരു പൂർണ്ണ നീതിയായിരിക്കണം. അപൂർണത ദൈവം അംഗീകരിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് നാം വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. അതായത് നമ്മുടെ നീതിക്കായിട്ടാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. അവനത്രേ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന്. കയീൻ്റെ നീതി തൻ്റെ സ്വന്തം നീതിയായിരുന്നു, സ്വന്തം പരിശ്രമം. ഹാബേലിൻ്റെ നീതിയോ ക്രിസ്തുവിൻ്റെ വലിയ യാഗത്തിലേക്ക് നോക്കുന്ന യാഗത്തിലുള്ള വിശ്വാസമായിരുന്നു. തൻ്റെ കഴിവിലല്ല, ക്രിസ്തുവിൻ്റെ യാഗത്തിൽ. കയീനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് വന്നത് നാം കണ്ടതാണ്. അവർ രണ്ടുപേരും ഒരേ സാഹചര്യത്തിൽ നിന്നും വന്നവരായിരുന്നു എന്നും നാം കണ്ടു. എന്നാൽ ഇതാ ഒരു വലിയ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുന്നു. താൻ കൊണ്ടുവന്ന വഴിപാടിന്മേലുള്ള വലിയ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാൾ അംഗീകരിക്കപ്പെട്ടു, മറ്റേ വ്യക്തി ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാതെ തള്ളപ്പെട്ടു. ഇവരെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എപ്രകാരമാകുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്നത്? മതം കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലേ? ഒരു നിമിഷം ചിന്തിക്കൂ. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അർപ്പിക്കുന്ന വഴിപാടുകൾ മാത്രമേ ദൈവം അംഗീകരിക്കൂ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് ജീവിതം അവനിൽ സമർപ്പിക്കൂ. അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ യാതൊരു പുണ്യപ്രവൃത്തിയും കൂടാതെ രക്ഷിക്കും. അങ്ങനെ ആ രക്ഷയുടെ ഉറപ്പുള്ള ജീവിതം ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഇനിയും 2 വാക്യങ്ങൾ കൂടി വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. എന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിൻ്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ദൈവം കായീൻ്റെ വഴിപാട് അംഗീകരിക്കാഞ്ഞത് മൂലം കായീൻ കോപിക്കുന്നു. തൻ്റെ സഹോദരനെ അവൻ കൊന്നുകളയുവാൻ തക്കവണ്ണം കോപിച്ചിരിക്കുകയാണ്. കൽപ്പിച്ചു കൂട്ടിയുള്ള കൊലപാതകത്തിൻ്റെ പിൻപിൽ എപ്പോഴും കോപം സ്ഥാനം പിടിച്ചിരിക്കും. കാരണം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് കോപിച്ചാൽ കൊലപാതകന് തുല്യം നിങ്ങൾ കുറ്റക്കാരനാണെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കോപത്തിന് പിൻപിൽ അസൂയയും അസൂയയുടെ പിൻപിൽ അഹങ്കാരവും കാണാം. ആത്മീയ അഹങ്കാരത്തിൽ പാപബോധം ഒട്ടും തന്നെയില്ല. യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. കായീൻ്റെ കോപം കൊലപാതകത്തിലേക്ക് അവനെ നയിച്ചു. എന്നാൽ അതിൻ്റെ പിൻപിൽ അസൂയയും കോപവും നിറഞ്ഞിരുന്നു. അങ്ങനെ ദൈവം കായീനോട് ഇടപെടുന്നു. അവൻ കായീനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നിനക്കും ഈ പറഞ്ഞ ഈ സ്ഥിതി പ്രാപ്യമാണല്ലോ, ഉത്കൃഷ്ടത നിനക്ക് പ്രാപ്യമാണല്ലോ എന്ന ചോദ്യമായിരിക്കും കുറെ കൂടി ഈ ഭാഗം വ്യക്തമാക്കി തരുന്നത്. ഏറ്റവും മൂത്ത ആൺകുട്ടികൾ എപ്പോഴും പ്രമുഖമായ സ്ഥാനത്തായിരുന്നു കാണപ്പെട്ടിരുന്നത്. എന്നാൽ ഇതാ ഇവിടെ കായീൻ ചിന്തിക്കുന്നത് അവൻ ആ സ്ഥാനം നഷ്ടമാകുമെന്നത്രേ. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, കായീൻ, നീ നല്ലത് പ്രവർത്തിക്കുമെങ്കിൽ നിൻ്റെ സ്ഥാനം നഷ്ടമാകുവാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. നല്ലത് ചെയ്യുക. എന്നാൽ ഹാബേലിൽ നിന്നും ദൈവം അംഗീകരിച്ചതുപോലുള്ള
യാഗം കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു യാഗവും അവൻ പാപിയാകുന്നു എന്നുള്ള പശ്ചാത്താപവും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊന്നും കായിന് സാധ്യമല്ല. അവൻ ആകെ കോപിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു കുഞ്ഞേ. ഒരു പാപയാഗം വാതിൽക്കൽ കിടക്കുന്നു, അതായത് ആ ചെറിയ കുഞ്ഞാട് വാതിൽക്കൽ കിടക്കുന്നു പോലും. ആ പറഞ്ഞത് അർത്ഥവത്താണെന്ന് തോന്നുന്നില്ലേ? കാരണം അതാണല്ലോ സത്യം. എന്നാൽ ഇവിടെ അത് പാപയാഗത്തെ അർത്ഥമാക്കുന്നതാണെന്ന് എനിക്ക് ചിന്തയില്ല. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ സമയം വരെയും അതിനപ്പുറവും, അതായത് മോശയുടെ സമയം വരെ പാപയാഗം എന്നൊന്നില്ലായിരുന്നു. പാപയാഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് 5 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് അവയിൽ ഒന്ന് പാപയാഗമാകും. ന്യായപ്രമാണം നൽകുന്നത് വരെയും പാപയാഗം നിലവിൽ വന്നില്ലായിരുന്നു. അതത്രേ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ആ സമയം വരെ അർപ്പിച്ചിരുന്ന വഴിപാട് ദഹനയാഗമായിരുന്നു. ഇയ്യോബ് തൻ്റെ സമയത്ത് ദഹനയാഗം അർപ്പിച്ചതായിട്ടാണ് നാം വായിക്കുന്നത്. മോശയുടെ സമയത്തിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തി എത്ര ഇയ്യോബ്. ഒരു വിധത്തിലും അത് പാപയാഗമായിരുന്നില്ല. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. താൻ എത്രമാത്രം പാപം ചെയ്യാവുന്ന ഒരു സ്ഥാനത്താകുന്നു എന്ന വസ്തുത കായീൻ ഗ്രഹിച്ചില്ല എന്നത് വ്യക്തമാണ്. ഞാൻ വിശ്വസിക്കുന്നത് പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് ദൈവം കായീനോട് പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത്, നീ എപ്പോൾ വെളിയിലേക്കിറങ്ങിയാലും പാപം ഒരു ദുഷ്ടമൃഗത്തെ പോലെ നിന്നെ വേട്ടയാടുവാൻ തയ്യാറായി നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു എന്നത്രേ. ഈ കാരണത്താൽ പാപത്തിന് പരിഹാരമായി ദൈവത്തിന് അംഗീകാരയോഗ്യമായ ഒരു യാഗം കായീൻ ആവശ്യമായിരുന്നു. ഇത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച ഒരു യാഗമാണ്. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ എന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാബേൽ കൊണ്ടുവന്ന വഴിപാട് പോലെ ഒരു ദഹനയാഗം കൊണ്ടുവരിക എന്നത്രേ. അബ്രഹാമും ഒരു ദഹനയാഗം അർപ്പിച്ചതായി നമുക്ക് കാണാം. കാരണം ന്യായപ്രമാണം നൽകുന്നത് വരെ ലംഘനം സാധ്യമല്ലായിരുന്നല്ലോ. മനസ്സിലായോ? അതായത് ന്യായപ്രമാണത്തിനെതിരായ ഒരു ലംഘനമായി പാപം അതുവരെ വരുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, വാസ്തവത്തിൽ ദൈവം ഈ മനുഷ്യനെ, അതായത് കായീനെ സംരക്ഷിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്! ഏത് മഹാപാപിയെയും രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ ദൈവം തയ്യാറാണ്. ദൈവം തള്ളിക്കളയുന്നത് കൊണ്ടല്ല, നാം ദൈവത്തെ ത്യജിക്കുന്നതിനാലാണ് ന്യായവിധിയിലാകുന്നത് എന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണല്ലോ. നമ്മുടെ ജീവിതത്തിലും ഇതൊരു വലിയ പാഠമായി കണ്ട് ദൈവത്തെ അനുസരിച്ച് ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ സമർപ്പിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവസന്നിധിയിൽ സ്വീകാര്യത ലഭിക്കുവാനുള്ള ഏക വഴി ക്രിസ്തുവാകുന്നു. കാൽവറി ക്രൂസിലെ ക്രിസ്തുവിൻ്റെ യാഗത്താൽ ദൂരത്തായിരുന്ന നമ്മെ അവിടുന്ന് സമീപസ്ഥരാക്കി. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാകുന്നു. ഈ പരമയാഗത്തിൻ്റെ നിഴലുകളാകുന്നു പഴയ നിയമ പുസ്തകത്തിലെ യാഗങ്ങളിൽ നമ്മൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. എങ്കിലും അവയ്ക്ക് പിന്നിലും ദൈവം തിരഞ്ഞത് വിശ്വാസമായിരുന്നു. തൻ്റെ അടുക്കിലേക്ക് വരുന്നവർ തന്നിൽ വിശ്വസിക്കുന്നവർ ആയിരിക്കണമെന്നാകുന്നു ദൈവം ആഗ്രഹിക്കുന്നത്.